ഓ ഓ ഓ ഓ കരയല്ലേ വാവേ കരയല്ലേ. ഓ ഓ ഓ ഓ ഓ കരയല്ലേ. ഓ ഒരാളോട് പോയി. ഉത്തമ ഉത്തമ. ഓ എടാ ഒരു കുഞ്ഞ് നിന്റെ ഉണ്ടോ? നിന്റെ ഇല്ലേ ഒരു കുഞ്ഞ്? എടാ ഒരു കുഞ്ഞിനെ ഇതിനകത്ത് കാണുന്നില്ല. എല്ലാരും ഉണ്ടല്ലോ. എടാ ഇവിടെ. അയ്യോ ഞാൻ കിടത്തിട്ടാണല്ലോ പോയത്. പിന്നെ എവിടെ പോയി? അച്ഛനെടുത്ത് നോക്കിയാ. ആ അച്ഛാ അച്ഛാ. എന്താടാ? അല്ല 3 പേരേ ഉള്ളു, ഒരാളെ കാണാനില്ല. ഏത് 3 പേര്? 3 പിള്ളേരെ കിടത്തിയിരുന്നില്ലേ? അച്ഛാ അവിടെ മേളിൽ കൊണ്ട് കിടത്തിരിക്കണേ. അവിടെ ഇല്ല. ഞാൻ മോളിൽ കയറിയപ്പോ 4 പേര് ഇവിടെ ഉണ്ടായിരുന്നില്ലേ? നിങ്ങൾ കൊണ്ടുപോയില്ലായിരുന്നു? അവിടെ ഇല്ലാന്ന് പറഞ്ഞില്ലേ, ഞാൻ എടുത്തില്ല. എന്നാ പിന്നെ ഭയങ്കര അടുത്ത് കാണും. ആ ഇല്ലെന്നേ, അവള് കുളിക്കുക. എന്നിട്ട് പിന്നെ ഇവിടെ പോയി. നീ പിള്ളേരെങ്ങാനും കൊടുത്താ? അണ്ണാ അവൻ എങ്ങനെ എടുക്കുന്നേ? അവൻ കൊച്ചല്ലേ, അവന് കുഞ്ഞിനെ ഒന്നും എടുക്കാൻ പറ്റില്ല. അണ്ണാ മക്കളെ മകളെ വാവ എടുത്തായിരുന്നു മകള്? ആമി കൊച്ചിനെ ഒന്നും എടുക്കാനൊന്നും അറിഞ്ഞൂടാ. ആമി മക്കളേടാ. നീ മുറിക്കകത്ത് കൊച്ചിനെ നോക്കിയാ? ഞാനിപ്പോ ആ മുറിന്നല്ലേ വരുന്നേ മുഷിന തുണി എടുത്തോണ്ട്. അവിടെ ഇല്ലേ? ഇല്ലെന്നേ. എന്താ വിളിച്ചേ? മോളാ നീ കുഞ്ഞുമാവെ കണ്ടാ? കുഞ്ഞാവേനോ? കണ്ടില്ല. ആമി മക്കളെ കൊച്ചിനെ എടുത്തതാ. കൊച്ചിനെ എടുത്താ കണ്ടില്ലേ? ഇവിടെ പഠിച്ചാ പോരെ മക്കളെ. ഞാൻ ഇവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ടായിരുന്നേ. അപ്പൊ അപ്പച്ചി വന്നപ്പോ ഞാൻ അകത്ത് പോയതാ. കൊച്ച് എല്ലാരും കൂടെ വാതിലും തുറന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി പിള്ളേരാരെങ്കിലും എടുത്തോണ്ട് പോകില്ലേ? ഡേയ് നീ വന്നപ്പോ അവിടെ ആരെങ്കിലും നിൽക്കുന്നുണ്ടോ? ഞാൻ ആരെ കണ്ടൊന്നുമില്ല. ഇനി ആരെങ്കിലും പിള്ളേരെ എടുത്തോണ്ട് പോയോ? പോയി നോക്കല്ലേടോ ഒക്കെ, ചുമ്മാ വർത്താനം പറഞ്ഞോണ്ടിരിക്കാതെ. കിട്ടിയാ കിട്ടിയാ കിട്ടിയേ? ഇല്ല അവിടെയൊന്നുമില്ല. ഉത്തമ ഇവിടെ ഇല്ലല്ലേ? ഒന്നും ഇല്ല. ഇതിനകത്തില്ലേ? ഉത്തമ കൊച്ചിനെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവരെപ്പോഴും സ്ഥലം വിട്ടാണോന്നാ? നമ്മൾ ഇവിടെ കിടന്ന് തപ്പിട്ട് ഒരു കാര്യമില്ല. ഇല്ല അധികം ദൂരം ഒന്നും പോകാൻ സാധ്യതയില്ല. അവരെപ്പോഴാ വണ്ടി പിടിച്ച് സ്ഥലം വിട്ടാണോന്നാ? അയ്യോ അത്ര പെട്ടെന്ന് കൊച്ചിനെ കൊണ്ട് സ്ഥലം വിടാൻ പറ്റുമോ? നമുക്കൊരു കാര്യം ചെയ്യടാ, ശിവനെ വിളിച്ചോടാ. ഇനി പോലീസ് വഴിക്ക് നീങ്ങുന്നതാണ് നല്ലത്. അയ്യോ ശിവനെ വിളിച്ച് പറയാനൊന്നും വേണ്ട അച്ഛാ. ശിവനെ വിളിച്ച് പറഞ്ഞ അപ്പൊ അവൻ തലയിറങ്ങി വീഴും. എടാ ഞാൻ വിളിക്കാം. അച്ഛൻ വിളിക്കണ്ട അച്ഛാ. നമ്മൾ ഞാൻ അതും പറഞ്ഞ് തർക്കിച്ചോടുന്ന കൊച്ചിനെ അവർ സ്റ്റേറ്റ് കിടത്തുവേ. ഞാൻ വിളിക്കാം, നീ സമാധാനപ്പെടാ. താങ്ങാൻ പറ്റൂല. നിക്ക്, അമ്മയെ കൊണ്ട് വിളിപ്പിക്കാം. സമാധാനപ്പെടാ. കിട്ടുന്നില്ല. കിട്ടുന്നില്ലെന്നല്ല, വാലിഡിറ്റി തീർന്നു പോയി. അച്ഛാ ഇത് ചാർജ് ചെയ്യണില്ലേ? ഇത് നീ ചാർജ് ചെയ്ത് തരാത്തത്? ചാർജ് ചെയ്ത് അമ്മയെ കൊണ്ട് വിളിപ്പിക്കാന്ന് പറഞ്ഞല്ലേ. പോണോ അങ്ങോട്ട്? അവിടെ നിപ്പുണ്ട്. എടേ എന്തായി? അതെ ഞാൻ ശിവനെ വിളിച്ചോറാ. ഇനിയിപ്പോ ഡിപ്പാർട്ട്മെന്റ് അറിഞ്ഞാൽ എന്തെങ്കിലും ശരിയാവുള്ളൂ. അവനെ വിളിക്കണോ? പിന്നല്ലാതെ വെറുതെ അവനെ കൂടെ ടെൻഷൻ അടിപ്പിക്കുന്നത് എന്തിനാ? ശിവനെ ഒന്ന് വിളിച്ചു. അതില് ബാലൻസ് ഒന്നും ഇല്ലമ്മ, അമ്മയുടെ ഫോണിൽ നിന്ന് വിളിക്കണം. അയ്യോ അത് ശരിയാ. അപ്പച്ചി പിങ്കി നീ എവിടെയായിരുന്നടി കൊച്ചുമായിട്ട്? ഞാൻ ഇങ്ങോട്ടേക്ക് സിന്ധു ചേച്ചി വിളിച്ചപ്പോ അങ്ങോട്ട് ഇറങ്ങാൻ പോയി. അപ്പൊ ഇവളും മുട്ടൻ കരച്ചില്. അപ്പൊ ഇവളെയും കൂടെ എടുത്തോണ്ട് പോയി. കൈക്കുഞ്ഞുമായിട്ടാണോടി അങ്ങോട്ടൊക്കെ പോകുന്നതാ? നമ്മൾ എന്തുമാത്രം ടെൻഷൻ അടിച്ചെന്ന് അറിയാമോ നിനക്ക്? ഒരു കൊച്ചിനെ മാത്രം പിള്ളേരെ പിടുത്തക്കാർ എടുത്തുണ്ടോ എന്ന് അച്ഛൻ പറഞ്ഞേ. ആ ശിവനെ വിളിക്കാത്തത് ഭാഗ്യം. എനിക്ക് ആകെ നാണക്കേടായനെ. നീയല്ലേ പറഞ്ഞ അവള് കുളിക്കാൻ പോയെന്ന്? ബാത്റൂമിൽ ആരായിരുന്നു? അയ്യോ ഞാൻ ടാപ്പ് ഓഫ് ചെയ്യാൻ മറന്നുപോയമ്മേ. ഇത്രയും നേരം വെള്ളം തുറന്നു വിട്ടേക്കായിരുന്നു. വാട്ടർ ബില്ല് ആരടയ്ക്കും? ചേച്ചിയുടെ ചേട്ടത്തിനൊക്കെ വീട്ടിൽ പോകുമ്പോഴത്തേക്ക് പറഞ്ഞിട്ട് പോകണം. അങ്ങോട്ട് കിടത്ത്. വേണ്ട കുറച്ചു നേരം കയ്യിലിരിക്കട്ടെ. ഓ എന്നിട്ടുണ്ടല്ലോ അമ്മ, രാത്രിയായിട്ട് ഈ 4 എണ്ണം കൂടെ കീറ്റലോടെ കീറ്റല്. ഒരു സൈഡിൽ അമ്മയുടെ തുറക്കാൻ നോക്കുന്നു, ഒരു സൈഡിൽ ചേട്ടൻ എടുത്ത് നോക്കുന്നു, അച്ഛൻ നോക്കുന്നു, ഞാൻ നോക്കുന്നു. ഒരു രക്ഷയില്ല അമ്മ. 2-3-4 മണിക്കൂറായിട്ട് ഉറങ്ങിയിട്ടില്ല. 4 പിള്ളേര് നിനക്ക് ഒന്ന് പോയെന്റെ പിങ്കി. എന്നിട്ട് കഴിഞ്ഞില്ല. എന്നിട്ട് ഇങ്ങനെ ഉറങ്ങാതെ വന്നപ്പോൾ ഉണ്ടല്ലോ, എന്നിട്ട് നമ്മളെല്ലാവരും കൂടെ പാട്ടൊക്കെ പാടാനൊക്കെ തുടങ്ങി. എന്നിട്ട് ഉറങ്ങാൻ വയ്യ. ഇന്ന് ഞാൻ ആലോചിക്കുന്നതേ, ഇങ്ങനെ 4 പിള്ളേരൊക്കെ ആയാൽ എന്ത് ചെയ്യും നമ്മള്? എന്റെ പൊന്നു പിങ്കി, നീ ഇങ്ങനത്തെ സ്വപ്നങ്ങളൊക്കെയാണോ കാണുന്നേ? പിന്നെ എനിക്ക് വയറ്റിൽ കൊച്ചില്ലേ, അപ്പം ഞാൻ ഇങ്ങനത്തെയൊക്കെയല്ലേ കാണുള്ളൂ. പിന്നെ എൻ്റെ ഒരു ഇൻഡ്യൂഷൻ വെച്ചമ്മ, എനിക്ക് 4 പിള്ളേരുണ്ടെന്നാ തോന്നുന്നത്. 4 പിള്ളേര് കൊള്ളാം.
അല്ല അമ്മ ഇപ്പൊ അഥവാ 4 പിള്ളേർ വന്ന് നമ്മൾ എങ്ങനെ നോക്കും? എങ്ങനെ നോക്കാനാ? ഞാൻ നിന്റെ പിള്ളേരെയൊക്കെ നോക്കിയില്ലേ, അതുപോലെ ഞാനങ്ങ് നോക്കും. എടി 4 അല്ല 6 പിള്ളേരാണെങ്കിലും ഞാൻ നന്നായിട്ട് നോക്കും. 6 പറ്റൂല അമ്മ, 4 മാക്സിമം. ഓ എന്റെ പിങ്കി. പക്ഷെ എനിക്ക് 4 എണ്ണത്തിന് ഇഷ്ടമാണ്. അമ്മ നോക്കിയാൽ മതി.